ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും ക്രൂരമായ പീഡനം നേരിട്ട ജയിൽ കേരളത്തിന്റെ വെളിപ്പാടകലെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ശ്രീരംഗപട്ടണത്ത് രംഗനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപമായി ഇന്നും വാട്ടർ ജയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മളിപ്പോഴേ ടിപ്പുവിൻ്റെ വാട്ടർ ജയിലിലാണോ? ഇത് ഫുള്ള് വെള്ളം നിറച്ചിട്ട്, ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുകളെ കൈ കാലുമൊക്കെ ചങ്ങലൊക്കെ ഇട്ടിട്ട് വെച്ച് അതിലേക്ക് വെള്ളം ബാക്കിൽ കാവേരി റിവറാണ്, അവിടെ നിന്ന് വെള്ളം കയറ്റും. ആ വെള്ളം കയറ്റിയിട്ട് ഓരോരോ ദിവസം ഓരോരോ ഹൈറ്റിലാക്കിയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് മരിക്കും. അങ്ങനെ 24 ബ്രിട്ടീഷുകാരവിടെ ടിപ്പു കൊന്നിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ആ ഒരു ബോഡി എന്ത് ചെയ്യും, നേരെ ആ ഓട്ടോ വഴി ഒരു പുറത്തൊരു കിണറുണ്ട്, ആ കിണറിലേക്ക് പോകും. ആ കിണറിലും മുതല ആ ബോഡി കഴിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ സെറ്റ്. ടിപ്പു സുൽത്താനാണ് വാട്ടർ ജയിൽ പണി കഴിപ്പിച്ചത്. ഇംഗ്ലീഷ് കേണലായിരുന്ന ബെയ്ലിയുടെ തടവറ എന്ന പേരിലാണ് ഇത് ഇന്ന് അറിയപ്പെടുന്നത്. 1780 പൊള്ളിയൂർ യുദ്ധത്തിൽ ടിപ്പുവിനോട് പരാജയപ്പെട്ട ബ്രിട്ടീഷുകാരെ പാർപ്പിച്ചത് ശ്രീരംഗപട്ടണത്തെ ഈ ജയിലിലാണ്. ബെയ്ലിയെയും സൈനികരെയും കാൽക്കുഴികളിൽ ചെങ്ങലക്കിട്ട് നഗ്നരാക്കി അതിക്രൂരമായ പീഡനത്തിന് വിധേയരാക്കി. പിന്നീട് ജയിലിലേക്ക് ജലം കടത്തിവിട്ട് പതിയെ ജലനിരപ്പ് ഉയർത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. യുദ്ധത്തിൽ തടവിലായ നിരവധി ബ്രിട്ടീഷുകാരും മറ്റുള്ളവരും ഇവിടെ വെച്ച് പീഡിപ്പിക്കപ്പെടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ശത്രുക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ ഇടം ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തോട് താല്പര്യമുള്ളവർ ഒരിക്കലെങ്കിലും കാണേണ്ട ഇടമാണ്. മൈസൂരിൽ നിന്ന് 15 കിലോമീറ്റർ മാറി ശ്രീരംഗപട്ടണത്ത് ഇത് ഇന്നും സ്ഥിതി ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.